ഇപ്പം എൻ്റെ മോൻ്റെ അടുത്ത് അവൻ ഇത്രയും ക്യൂർ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാ ദിവസവും കാണുന്ന മനുഷ്യനാ. ട്രാൻസ് സ്ത്രീകൾ പോകുമ്പം അവരുടെ ബ്രസ്റ്റ് ഒക്കെ എടുത്തിട്ട് കൈ കൊടുക്കുന്ന മനുഷ്യനാ. അപ്പോൾ അങ്ങനെയുള്ള പയ്യൻ 5ാം ക്ലാസ് പഠിക്കുന്ന പയ്യനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഞാൻ LGBT അല്ല, എനിക്കിഷ്ടമല്ല. അവൻ പറയാൻ വളരെ ക്ലിയർ ആയിട്ട്, കാരണം അവൻ കാണുന്ന യൂട്യൂബ് വീഡിയോയിൽ ഇതിനെതിരെയുള്ള സാധനങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് അയാളെ ഇഷ്ടമല്ല, ഇയാളെ ഇഷ്ടമല്ല, അവരൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ LGBT അല്ല, എനിക്ക് LGBT ഇഷ്ടമല്ല. അതാണ് അവൻ പറയുന്നത്. ഈ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മാസ്കുലിനിറ്റിയുടെ നെറേറ്റീവ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ വനജ കലക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. ഇതൊരു വലിയ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെ നമ്മൾ ഒന്നെങ്കിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തു, അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയം, ഓരോ വിഷയങ്ങളായി മാറ്റി മാറ്റി ഇഴപിരിച്ച് വെക്കുന്നത് അവരുടെ സൗകര്യത്തിനാണ്. ഇതെല്ലാം കൂടി ഒരു വിഷയമാണെന്നുള്ളതാണ്. നമ്മൾ സെക്ഷുവാലിറ്റീനെ സത്യസന്ധമായിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആദ്യം തന്തവാഴ്ചയെ അഡ്രസ്സ് ചെയ്യണം, പേട്രിയാർക്കി അഡ്രസ്സ് ചെയ്യണം. സെക്ഷുവാലിറ്റിയെ ജെൻഡറിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആദ്യം പേട്രിയാർക്കി അഡ്രസ്സ് ചെയ്യണം. കാരണം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സ്ത്രീ നിർബന്ധമായിട്ടും ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള പുരുഷനോട് ആയിരിക്കണം അവൾക്ക് കാമം തോന്നുന്നത്. അതങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു സ്ട്രക്ചറിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. സ്ത്രീക്ക് ആരോടാണ് കാമം തോന്നുന്നത് എന്നുള്ളത് സ്ത്രീ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്.